ഹായ് ഒരുവൻ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 26-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 26. അവിടെ ദൈവം തിരുനിവാസത്തിൽ അവിടെയുള്ള കർട്ടൻ ഇടുന്നതിനെ പറ്റിയും അതുപോലെ തിരശ്ശീലയെ പറ്റിയും ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കർട്ടൻ ഇടുന്നതിൽ എങ്ങനത്തെ മെറ്റീരിയലാണ് വേണ്ടത്, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുന്നു. അതുപോലെ തന്നെ തിരശ്ശീല ഉണ്ടാക്കുമ്പോൾ തിരശ്ശീലയിൽ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിൻ്റെ പറ്റിയും ദൈവം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരശ്ശീലയെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിപരിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ അവിടുത്തെ ആ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെയിലാണ്, സെപ്പറേറ്റ് ചെയ്യുന്ന മറയാണ് ഈ തിരശ്ശീല എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിരശ്ശീല പറ്റി പറയുമ്പോൾ തിരശ്ശീലയുടെ ആ ഒരു മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ബലമുള്ളതാണ് ഈ തിരശ്ശീല എന്നുള്ളത്. അപ്പോൾ നമ്മൾക്കത് കീറുവാനായിട്ടൊന്നും പറ്റാത്ത രീതിയിലേക്ക് അത്രമാത്രം ബലമുള്ള രീതിയിലാണ്, ഏറ്റവും നല്ല മെറ്റീരിയൽ കൊണ്ടാണ് അവർ തിരശ്ശീല നെയ്തുണ്ടാക്കുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബലമുള്ള മെറ്റീരിയൽ, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് ആർക്കും മനുഷ്യനാൽ അത് കീറിക്കളയാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത രീതിയിൽ നല്ല ബലത്തിലാണ് തിരശ്ശീല അവിടെ ഉണ്ടാക്കുന്നത്. ആ തിരശ്ശീലയാണ് ദൈവം ഇരിക്കുന്ന ആ ഒരു സ്ഥലവും വിശുദ്ധ സ്ഥലവും ദൈവം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലവും തമ്മിലുള്ള ആ ഒരു മറയായിട്ട് നിൽക്കുന്ന ആ ഒരു വെയിലായിരുന്നു. അപ്പോൾ ഈ വെയിൽ ഈ മറ നീക്കിയാണ് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് കയറുന്നത്. മറ്റാർക്കും അവിടേക്കല്ലാതെ കയറുവാനായിട്ട് അനുവാദമില്ല, മറ്റാർക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണ്. മാത്രമല്ല, പാപം വെച്ചുകൊണ്ട് കയറി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ള ഇടമായതുകൊണ്ട് അവിടെ അവർ മരിച്ചു വീഴും. അത്ര സീരിയസ് ആയിട്ടുള്ള ആ ഒരു കാര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും അപ്പോൾ അങ്ങനെ വെറുതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിലൂടെ എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം, അത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ജീവൻ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ തിരശ്ശീല രണ്ടായിട്ട് ചിന്തിപ്പോയി എന്നാണ് പറയുന്നത്. ആ ബലമുള്ള തിരശ്ശീല, മനുഷ്യരാൽ അത് നശിപ്പിക്കാൻ പറ്റാത്തായിട്ടുള്ള തിരശ്ശീല യേശു കർത്താവിൻ്റെ മരണം സംഭവിച്ചപ്പോൾ അത് രണ്ടായിട്ട് കീറിപ്പോയി. രണ്ടായിട്ട് കീറിയതിലൂടെ അതിനകത്തൊരു അർത്ഥമെന്നുള്ളത് ഏത് മനുഷ്യർക്കും എപ്പോൾ വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നേരത്തെ മഹാപുരോഹിതൻ മാത്രമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ ആർക്ക് വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ആ തിരശ്ശീല രണ്ടായിട്ട് കീറാനായിട്ട് ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ആ ഒരു തടസ്സം, അത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അത് രണ്ടായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ആ ഒരു മരണത്തിലൂടെ എന്ത് വലിയൊരു കാര്യമാണ്, എന്ത് വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് നടന്നത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മനുഷ്യൻ്റെ ഒന്നും ഒരു ബാരിയറും ഇല്ല. കർത്താവ് യേശു ക്രിസ്തു മൂലം ആ ഒരു ബാരിയർ അവിടെ എടുത്ത് മാറ്റിയായിരുന്നു അവിടെ ചെയ്തത്. അപ്പോൾ അത് ഓർത്ത് നമുക്ക് നന്ദിയോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.